പെരുന്നാളിനൊക്കെ കഴിഞ്ഞ് തിരിച്ചെല്ലാവരും അവനാൻ്റെ വീട്ടിലേക്ക് പോണതിൻ്റെ മുന്നേ ഒരു ചിക്കൻ അങ്ങ് വാങ്ങിച്ചുവിടാന്ന് വിചാരിച്ച് അങ്ങനെ അതിൻ്റെ മസാലയും ഒക്കെ ചിക്കനിൽ പരട്ടണ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ കാണുന്നത് അതിൻ്റെ ഇപ്പുറത്ത് ചിക്കൻ ചൂടാനുള്ള എന്താ പറയുക കനൽ ഒക്കെ റെഡിയാക്കുന്നുണ്ട്, ചിരട്ട ചുട്ട് വെക്കുന്നുണ്ട്. എല്ലാവരും അതിൻ്റെ ചുറ്റിലൊക്കെ അങ്ങനെ നിൽക്കുകയാണ്. മക്കൾ കുറേ ഉണ്ട്, അതുകൊണ്ട് തന്നെ 2-3 ചിക്കൻ വാങ്ങിന്, എന്നാലും തികയാതെ ആയിപ്പോകുന്നുള്ളൊക്കെ ഒരു തോന്നലുണ്ടേനു. പക്ഷെ എല്ലാവർക്കും സെറ്റ് ചെയ്യുന്നു. ഒരാളിതാ തീ കത്താഞ്ഞിട്ട് ഫാൻ എടുത്ത് കൊണ്ട് വെച്ചിട്ട് തീ കത്തിക്കുന്നുണ്ട്. മക്കളൊക്കെ അവിടെ ഇവിടെ ആയിട്ട് ഓരോ സൈഡിൽ ഇങ്ങനെ ഓരോ കളിയിലാണ്. ഓലാടെ ഒരു സൈഡിൽ ചിക്കൻ ചുടാനുള്ള കനലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നല്ല ഇടിമിന്നലും കാറ്റും ഒക്കെ വരുന്നുണ്ടേന് കേട്ടോ. അപ്പം ഞാൻ നല്ലൊരു റീലെടുക്കാനുള്ളൊരു അവസരം ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ഇനി മഴ പെയ്താൽ, പക്ഷെ മഴ പെയ്തില്ല. കുറേ കഴിഞ്ഞേരം കേട്ടോ മഴ പെയ്ത്. നല്ല കാറ്റേനു, നല്ല കാറ്റ് വെച്ചാൽ നല്ല കാറ്റും ഇടിമിന്നലൊക്കെ ഉണ്ടേനു. ഇപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ കൂടെ മക്കൾ പോയിട്ട് മാങ്ങ പറിക്കാൻ നോക്കുക. മുറ്റത്തന്നെ മാവ് ഉണ്ടാകുമ്പോഴുള്ളൊരു പ്രശ്നം ഇതാണ്, എല്ലാവരും കയറി പറിക്കും. ഞാനൊക്കെ ചെറുതായപ്പോൾ ഞങ്ങൾ വായിച്ച് മാങ്ങ പറിക്കാൻ സമ്മതിക്കില്ലേനി. കാരണം ഒന്നാമത് ഇത് കുറേ തൊഴിഞ്ഞു പോകും, പിന്നെ കറക്റ്റ് മൂപ്പായി പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ തിന്നാലോ. പച്ചമാങ്ങ അല്ലാതെ തന്നെ ഇഷ്ടം പോലെ വെക്കും. അപ്പോൾ പിന്നെ പറിക്കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറിക്കാൻ സമ്മതിക്കില്ലേനി. അപ്പോൾ വായിച്ചില്ലാത്തതുകൊണ്ട് എല്ലാവരും വന്ന് പറിക്കും. ഞങ്ങളൊക്കെ പറിക്കലുണ്ട് കേട്ടോ. അങ്ങനെ കനലൊക്കെ റെഡിയായപ്പോൾ ഞങ്ങൾ ഗ്രില്ലുമേൽക്ക് ചിക്കൻ വെച്ച് കൊടുത്തു. പക്ഷേ മസാല കുറച്ച് കൂടി പോയിട്ട് ഒരു വെള്ളത്തിൻ്റെ ഒരു നനവുണ്ടേനു. അപ്പോൾ അതൊന്ന് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് തീയുള്ള സമയത്ത് തന്നെ വെച്ചതേനു. എന്നാൽ ആ നനവൊന്ന് വേഗം മാറി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ കനലൊക്കെ റെഡിയാക്കി മസാലയൊക്കെ റെഡിയായപ്പോൾ തീയൊക്കെ പോക്കി പിന്നെ അങ്ങനെ അത് വെച്ചിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. മക്കളൊക്കെ ചുറ്റുമുണ്ട്. എല്ലാവർക്കും ഇത് കാണാനും ഇഷ്ടമായിരിക്കുമല്ലോ. ഇതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പണ്ടത്തെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു കേട്ടോ. ഈ ഇരിക്കുന്ന കാക്കല്ലേ ഒരു മദീനത്തേനു. അപ്പോൾ അവിടുന്ന് കുഴിമന്തിയും ഒക്കെ കഴിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഒരു കുഴി ഉണ്ടാക്കി അതിൽ ചിക്കൻ വെച്ച് നമ്മൾ മന്തി ഉണ്ടാക്കി കഴിച്ചിരുന്നു കേട്ടോ. അന്ന് നമ്മളെ നാട്ടിൽ ആദ്യമായിട്ട് കുറേ മുന്നേ, അപ്പോൾ ആദ്യമായിട്ടാണ് സംഭവം. തൊട്ടടുത്തുള്ള ആൾക്കാരും പിന്നെ അവൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിരുന്നു. അതൊന്നും വലിയൊരു അനുഭൂതിയില്ല എല്ലാവർക്കും. കാരണം അങ്ങനത്തെ നമ്മൾ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല അങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ ഈ സമയത്ത് അതൊക്കെ ഞങ്ങളിങ്ങനെ ഓർത്ത് ഇങ്ങനെ പറയുകയൊക്കെ ചെയ്തു. സംഭവം ചിക്കൻ ചുട്ട് ചപ്പാത്തി ഉണ്ടാക്കി എല്ലാവർക്കും ഇഷ്ടമായി. അടുത്ത